സ്തോത്രം പറച്ചിലും തന്തയില്ലായ്മയും. സ്തോത്രം പറച്ചിലും തന്തയില്ലായ്മയുമായി നടന്ന് നെടുമ്പറമ്പിൽ രാജു പറ്റിച്ചത് ആയിരങ്ങളെയാണ്. 5000 കോടിയിലധികം രൂപ സ്വദേശത്തും വിദേശത്തുമുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്നും ഇദ്ദേഹം പറ്റിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേരള കോൺഗ്രസിലെ ഒരു പ്രമുഖനായ നേതാവിന്റെ അപ്പൻ നൽകിയ നൂറുകണക്കിന് കോടികൾ ഈ തീവട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നെടുമ്പറമ്പിൽ രാജു അകത്തു പോകാതെ സംരക്ഷിക്കേണ്ടുന്നത് ഈ കേരള കോൺഗ്രസ് നേതാവിന്റെ ബാധ്യതയായി മാറി. ഇപ്പോൾ ഇയാളുടെ വിലപിടിപ്പുള്ള ആഡംബര വണ്ടികൾ പലതും ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ട് ഇപ്പോൾ ഒളിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് വിവരം. അതുപോലെ കുടുംബസമേതം രാജ്യം വിടുവാനുള്ള ശ്രമങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട്. പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് രാജ്യം വിടുവാനുള്ള ശ്രമത്തിലാണ് തീവട്ടി രാജുവും കുടുംബവും. 25 ലക്ഷം നഷ്ടപ്പെട്ട മൂവാറ്റുപുഴ സ്വദേശിയായ വർഗീസ് പറയുന്നത് കേൾക്കുക. എന്റെ പേര് വർഗീസ് എന്നാ പേര്. മൂവാറ്റുപുഴ. നമ്മള് 25 ഇട്ടിട്ടുണ്ട്. 25 ലക്ഷം. അതെ. എന്ത് സ്കീമിലേക്കായിരുന്നു ഇട്ടിരുന്നത്? നമ്മള് കുറച്ച് താൽക്കാലികമായിട്ട് കുറച്ച് കാലത്തേക്കുള്ള നമ്മുടെ FD പോലുള്ള സംഭവമാണ് ഇട്ടിരുന്ന പൈസ. നമ്മുടെ പിന്നെ ജ്യേഷ്ഠന്റെ വൈഫിന്റെ ബന്ധുക്കാരനാണ് ഈ അവിടുത്തെ ബ്രാഞ്ച് മാനേജർ ജോർജ് എന്ന് പറഞ്ഞ ആള്. പുള്ളിക്കാരനാണ് നമ്മളെ ഇതിലേക്ക് പ്രലോഭിപ്പിച്ചത് പൈസ ഇടുന്നതിന്റെ കാര്യത്തെ കുറിച്ച്. അപ്പൊ ആദ്യ സമയങ്ങളില് ചേട്ടനുമായിട്ടുള്ള ഡീലിംഗ് വളരെ നല്ല രീതിയിൽ പുള്ളി കാര്യങ്ങൾ ചെയ്തപ്പോ നമ്മൾ അറിയാതെ അതിലേക്ക് അങ്ങ് വിശ്വസിച്ചു പോയി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പെട്ടുപോയത്. ഇപ്പോ ഈ സ്ഥാപനം പൂട്ടി കഴിഞ്ഞപ്പോ, പൂട്ടി എന്ന് പറഞ്ഞാൽ പൈസ ഇനി ആരുടെയും തിരികെ കിട്ടാൻ പോണില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴത്തേന് ഇവര് കൈയൊഴിഞ്ഞു. ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഒരിടത്ത് ഒരു മാർഗവും ഇല്ല, പൈസ തിരിച്ചു തരാനുള്ള ഒരു മാർഗവും ഇല്ല. ഞങ്ങൾ ഇപ്പൊ എപ്പോഴും തിരുവല്ലയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ പോകുമ്പോ ഒക്കെ പല രീതിയിലുള്ള അവരെ അവധികൾ പറഞ്ഞു വിടുകയാണ്. അപ്പൊ നമ്മളും അത് കേട്ടിട്ട് ഈ പൈസയുടെ കാര്യത്തിന് വേണ്ടി നമ്മളും കുറച്ചു നാളായിട്ട് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ചെല്ലുമ്പോ ഓരോ അവധികൾ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ആ ഒരു ഉടായിപ്പ് ഒരു പാർട്ടി ഉണ്ട്. പുള്ളിയുടെ പേര് പിന്നെ എബ്രഹാം ഫിലിപ്പ് എന്നാണ്. അവനാണ് ഫിനാൻഷ്യൽ കൺട്രോളർ. അവന് നമ്മളെ ഇങ്ങനെ പറ്റിച്ച് ഓരോ ദിവസവും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസം പുതിയ പുതിയ നുണക്കഥകളാണ്. ഇന്നലെ അവനെ ആൾക്കാർ തല്ലുന്ന പരുവത്തിൽ വരെ എത്തി. ആൾക്കാർ കൈവച്ചില്ലെന്നേ ഉള്ളൂ. അവനോട് ഭയങ്കരമായിട്ട് അവനോട് റാഷായിട്ട് ആൾക്കാർ പ്രതികരിച്ചു. അപ്പൊ അവൻ ലാസ്റ്റ് പറയാണ്, ഇതുപോലെ നിങ്ങൾ എനിക്കൊരു ടൈം തരണം, ഇവിടെ ഒരു ചർച്ചയുണ്ട്, ആ ചർച്ചയിൽ മിക്കവാറും വസ്തു കച്ചവടമാകാനുള്ള സാധ്യതയുണ്ട്, അപ്പൊ അത് കഴിഞ്ഞ പൈസയുടെ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് അരമണിക്കൂർ വേറെന്തോ കേസ് കെട്ടിന് പോയിട്ട് അവൻ തിരിച്ചു വന്നപ്പോ പറയണത് വസ്തു കച്ചവടമായി, എല്ലാവർക്കും 30-ാം തീയതിക്കുള്ളിൽ പണം തരാമെന്ന്. പക്ഷെ പിന്നീടാണ് നമ്മൾ അന്വേഷിച്ചപ്പോ പറഞ്ഞ് അത് കച്ചവടത്തിന്റെ കാര്യത്തിന് പോയതല്ല, വേറെന്തോ പൈസയുടെ പ്രശ്നം ഇവന്മാര് തിരിമറി നടത്തിയത്, അതെന്തോ ഒത്തുതീർപ്പാക്കി തീർക്കാനുള്ള കേസ് കെട്ടിന് പോയതാ. അങ്ങനെ അവന് ഞങ്ങളെ ഇന്നലെ അവധി പറഞ്ഞ് ഞങ്ങളെ വീണ്ടും ഫൂളാക്കി പറഞ്ഞു വിട്ടു. ഇപ്പൊ രാജു എന്ന് പറഞ്ഞ ആളില്ല, വീട്ടിലില്ല, പുള്ളി മുങ്ങി. ഇപ്പൊ വൈഫും പിള്ളേരും ആരോ ഉണ്ടെന്നൊക്കെ തോന്നി. പലപ്പോഴും ഞങ്ങൾ അവിടെ പോയിരുന്നു, പക്ഷെ ഒരു പ്രയോജനമില്ല. ഓരോ ദിവസവും ഓരോ കഥകളാ പറയണം. കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ സുനിലേട്ടന്റെ വീഡിയോ കണ്ടിട്ട് ഇവര് നമ്മളെ ബ്രാഞ്ചിന്റെ മാനേജർ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വൈഫും വിളിച്ചിരുന്നു. അപ്പൊ അവര് പറയണത് ന്യൂസ് നിങ്ങൾ പിൻവലിക്ക്, എന്തിനാണ് ന്യൂസ് ഇട്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാശ് തിരിച്ചതാ, നിങ്ങൾ പൈസ തിരിച്ചു തന്നെന്നുള്ള കാര്യം നമ്മൾ പറയാം, എവിടെ വേണേലും തുറന്നു പറയാൻ തയ്യാറാ. പക്ഷെ അവര് തരാൻ തയ്യാറല്ല. അവര് പൈസ തരില്ല. അവര് ഉടായിപ്പ് കേസ് കെട്ടുകളാണ്. ഇനിയിപ്പോ ഇതിപ്പോ സംഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലാണെങ്കിലും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക തട്ടിപ്പ് ഇനി നടക്കാൻ പാടില്ല. അവൻ ഞങ്ങളെ ഞങ്ങളെ പറ്റിച്ചു വിടാൻ വേണ്ടി അവന് രക്ഷപ്പെടണം. അതിനുവേണ്ടിയുള്ള വഴി അവൻ നമ്മൾ ചെയ്തത്. ഞങ്ങൾ ഇന്നലെ വളഞ്ഞ് ഇവനെ പുറത്ത് കിടക്കാതിരിക്കാൻ വേണ്ടി അവിടെ വന്നവരത്രയും ഇവന്റെ കസേരയ്ക്ക് മുമ്പിൽ, ക്യാബിന് മുമ്പിൽ കൂടി ആൾക്കാര്. അപ്പൊ ഇവന് ഇവൻ അവിടെ ഇരിക്കുന്ന എബ്രഹാം എന്ന് പറഞ്ഞ വേൾഡ് ഫ്രോഡാണ്. അവന് എന്തെല്ലാം തരികിട അറിയാവുന്നുള്ളത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അത്രമാത്രം വേല പഠിച്ചെടുത്തന അവന് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് മറ്റാർക്കും കേൾക്കാത്ത രീതിയിൽ അവന് നിശബ്ദമായിട്ട് വളരെ ശബ്ദം കുറച്ചിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞു ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവര് പ്ലാൻ സെറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒരു കച്ചവടം ഓക്കെ ആയിട്ടുണ്ട്, ആരോ മുസ്ലിംസ് വന്നിട്ട് ഇവന്റെ 2.5 ഏക്കർ ഏലത്തോട്ടം മേടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറഞ്ഞു പറ്റിച്ച് ഇവൻ മീറ്റിംഗ് കൂടാനായിട്ട് പോയി. അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു എല്ലാം ഡീലായിട്ടുണ്ട്, 30-ാം തീയതിക്കുള്ളിൽ പൈസ തരാമെന്ന്. ഇവന്റെ പല ബ്രാഞ്ചുകളും ചേട്ടാ പൂട്ടി. കഴിഞ്ഞ ദിവസം ഏതോ നമ്മുടെ അവിടെ തന്നെ പത്തനംതിട്ടയുള്ള ഏതോ ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു ഓണർ വന്നിട്ടുണ്ടായിരുന്നു. ആള് വന്നിട്ട് പറഞ്ഞു ബിൽഡിംഗ് നിങ്ങൾ ചാവി തിരിച്ചേൽപ്പിക്കുക, അതുപോലെ തന്നെ വെള്ളത്തിന്റെ പൈസ, കറണ്ട് ബില്ലൊക്കെ കെട്ടുക, കാരണം ഞങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കണം, നിങ്ങൾ വാടകയുടെ എമൗണ്ട് ക്ലിയർ ചെയ്താൽ
നമുക്ക് ആ വാടക ബിൽഡിംഗ് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം. ഇവന്റെ പല സ്ഥാപനങ്ങളും പൂട്ടി. ഇവൻ പറയുന്ന ഇനിയും പൂട്ടിയ ബ്രാഞ്ചുകളിൽ ഫണ്ട് വരുമെന്നാണ് ഇവൻ പറയുന്നത്. ഈ അടുത്തിടെ പറഞ്ഞത് പിന്നെ ഇലക്ഷൻ ആയിക്കൊണ്ട് ഫണ്ട് വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, കണ്ടെയ്നർ വഴി കാശ് വരുന്നെന്നാ പറഞ്ഞേ. ആയിരക്കണക്കിന് ആൾക്കാരാണ് കാശ് ഇട്ടിരിക്കുന്നത്, ആയിരക്കണക്കിന് ആൾക്കാർ. അവരുടെയൊക്കെ ഇത്രമാത്രം ഓരോരുത്തരും വലിയ വലിയ എമൗണ്ട് ആണ്. ഈ ജോർജിന്റെ വൈഫ്, അവന്റെ വേലത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ മക്കള് ഇത് അറിയരുത്, അവര് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫോൺ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കില്ല. ജോർജ് എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ നമ്മൾ പൈസ ഇട്ടിരിക്കുന്നിടത്തെ ബ്രാഞ്ച് മാനേജര് ജോർജും ഭാര്യയും. അവര് പറയണ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾ ഈ വിഷയം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോൺ എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധി, നമ്മളിപ്പോ ചെകുത്താനും കടലിനും നടുവിൽ പെട്ട അവസ്ഥയിൽ നമ്മൾ നിൽക്കുക. എന്താ ചെയ്യണമെന്ന് അറിയില്ല കേട്ടാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.